ഈ ഒരു കേക്കിൽ എനിക്ക് ചെറിയ മറവി പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മറവി കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്തതെന്ന് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ല ടോൾ ആയിട്ടുള്ള 1.5 kg കേക്കാണ്. അപ്പോൾ ഞാനിവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അതിന് ശേഷമാണ് പോയി വന്നപാടെ ആണ് ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ രാത്രി തന്നെ കേക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രം കോട്ട് മാത്രമാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. പോയി വന്നതിന് ശേഷമാണ് അതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി വന്നതിന് ശേഷം കൊടുക്കേണ്ടത് വൈകുന്നേരം ആകുമ്പോഴേക്ക് കൊടുക്കണം. അപ്പോൾ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ചട്ടുപിട്ടാന്ന് പറഞ്ഞിട്ട് കേക്ക് സെക്കൻഡ് ഐസിങ് ചെയ്യാണ്. അപ്പോൾ 2-3 കളേഴ്സ് മിക്സിങ്ങും കാര്യങ്ങളുണ്ട്. ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് കളർ, അതായത് യെല്ലോ കളർ ചെറിയ അളവിൽ കൊടുത്തിട്ടാണ് ഈ ഒരു ഓഫ് വൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മേൽഭാഗത്ത് ഒരു 1/4 പോർഷനോളം മാത്രം നമ്മൾ ചെയ്തിട്ട് ഒന്ന് സ്ക്രീപ്പ് ചെയ്ത് ഷാർപ്പ് എഡ്ജ് ചെയ്യുക. ഓരോ ലെയേഴ്സും കൃത്യമായിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്തതിന് ശേഷമാണ്, നല്ല നീറ്റാക്കിയതിന് ശേഷമാണ് അടുത്ത ലെയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രം കോട്ട് കഴിഞ്ഞ് ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ലാസ്റ്റ് കേക്ക് പാക്കിംഗ് ടൈമിൽ ചെയ്യുന്നത്. അതെന്താണെന്ന് പറയാട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യാതിരിക്കാം. മാക്സിമം കേക്ക് സേഫ് ആയിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് കൊടുക്കുന്ന കളർ എന്ന് പറയുന്നത് ഒലീവ് ഗ്രീന്, നല്ല ലൈറ്റ് ഗ്രീന്, ആ ഒരു രീതിയിലുള്ള ലീഫ് ഗ്രീന്, അങ്ങനെയുള്ള ഗ്രീനാണ്. അപ്പോൾ ആദ്യം നല്ല ലൈറ്റ് ഷെയ്ഡാണ്. എൻ്റെ കാർണോറ മോക്ക് തന്നെയാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഡ്രസ്സ് ഈ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഓഫ് വൈറ്റ്, ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന്, ആ ഒരു രീതിയിൽ. അപ്പോൾ ഒരുപാട് കളേഴ്സ് കൊടുത്തിട്ട് നമുക്ക് കേക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിന് കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ കയ്പ്പ് ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം കാണുമ്പോൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കണ്ണ് ചിമ്മിക്കുന്ന കളേഴ്സ് നമുക്ക് ചെയ്യാം. എന്നാൽ ഒരുപാട് കളേഴ്സ് ചേർക്കുകയും വേണ്ട, കയ്പ്പ് ടേസ്റ്റും ഉണ്ടാവില്ല, കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് ഫീഡ്ബാക്ക് വരികയും ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്ത ആൾക്കാർ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറിയിട്ട് 1-2 വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ രണ്ടാമത്തത് ലൈറ്റ് ഷെയ്ഡ് നമ്മൾ സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഡാർക്ക് ഗ്രീന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രീനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഷാർപ്പ് ചെയ്ത് ബോർഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിൽ കൊണ്ടുവെക്കുക. അതിന് ശേഷമാണ് ഗോൾഡൻ ഡസ്റ്റിലേക്ക് നമ്മൾ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ആ ഒരു ലൈൻസിന് മുകളിലോട്ടേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കേക്കിനും ഓരോ രീതിയിലാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ചില കേക്കിൽ നമ്മൾ 2 ടൈപ്പ് കളേഴ്സ് കൊടുക്കും. ചില കേക്കിൽ 3-4 ലെയേഴ്സ് ആയിട്ട് ഇതുപോലത്തെ കളേഴ്സ് കൊടുക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അനുസരിച്ച്, ആ കസ്റ്റമർ പറയുന്നത് അനുസരിച്ച്, അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ഓരോ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കസിന് ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അതിന് ഗോൾഡൻ ടച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ പെട്ടെന്ന് തീരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പോയിൻറ്റഡ് ബ്രഷ് വെച്ചിട്ടും ചെയ്യണ്ടെന്നല്ല, പക്ഷേ ഇത് കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു ബ്രഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കേക്ക് നന്നായിട്ട് കൂളിംഗ് ആയിട്ട് തണുത്ത് സെറ്റായ കേക്കിലേക്ക് ചെയ്യണം. ഐസിങ് ചെയ്ത സ്പോട്ടിൽ ചെയ്യുന്ന സമയത്ത് ചില സമയം ക്രീമും ഈ ഒരു ഗോൾഡൻ ഡസ്റ്റും തമ്മിൽ മിക്സിംഗ് ആയിട്ട് ഡാമേജ് പറ്റാൻ ചാൻസ് കൂടുതലാണ്. ബ്രഷിലേക്ക് ക്രീം കൂടുതലായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. പിന്നെ ഓയിൽ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ചേർക്കാനും പാടില്ല, എന്നാൽ ഒട്ടും ഓയിലില്ലാതെ കട്ടയായിട്ടും ചേർക്കാൻ പാടില്ല. അത്യാവശ്യം ഒന്ന് ഓയിൽ വേണം. എന്നിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യുക. പിന്നെ അതാ കുറച്ചും കൂടെ ഓയിൽ ചേർത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ വിരൽ വെച്ചിട്ടാണ് ഈ ഒരു രീതി കൊടുക്കുന്നത്. പിന്നെ ഗോൾഡൻ ഫ്ലേക്സിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ടച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗോൾഡൻ ഫ്ലേക്സിൻ്റെ ഒരു എഫക്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓയിൽ കുറച്ചും കൂടെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. ഒരുപാട് തിക്നെസ്സിലല്ല, ലൈറ്റായിട്ട് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അതിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ, ഈ കളർ കോമ്പിനേഷന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ വലിയേറെ അഭിപ്രായം പറയാൻ മറക്കണ്ട. പിന്നെ നമ്മളെ ഇൻസ്റ്റാ ID റുഷാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ഫോളോ ചെയ്തേക്ക് കേട്ടോ. അതിൽ ഈ ഒരു യൂട്യൂബിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം മറക്കണ്ട ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്.